നമസ്കാരം. കലിപ്പ് തീർത്തു പൊതുമരാമത്ത് മന്ത്രിയായ പി.എ. മുഹമ്മദ് റിയാസ് IAS ഉദ്യോഗസ്ഥനായ PB നൂഹിനോട്. ടൂറിസം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി പ്രതിസന്ധിയിലും വിവാദത്തിലും പെട്ടിരിക്കുന്ന സിവിൽ സപ്ലൈസിന്റെ MD ആക്കി മാറ്റിയിരിക്കുകയാണ്. CPM നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള പൊസിഷനിൽ ജോലി ചെയ്യാം. അതല്ല സർക്കാരിനെതിരെ സംസാരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, നേതാക്കന്മാർക്കെതിരെ സംസാരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, അത് കളക്ടർ ആയാലും ശരി, സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, അതത്ര നല്ല കാര്യമായിരിക്കില്ല. ജോലി വരെ തെറിപ്പിച്ചേക്കും. എന്തായാലും നേരും നെറിയുമൊക്കെ നോക്കി നല്ല രീതിയിൽ നേതാക്കന്മാർക്കെതിരെ സംസാരിക്കേണ്ടി വന്നാൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിലയുറച്ച് നിൽക്കാൻ സാധിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇപ്പോൾ ഈ പൊതുമരാമത്ത് മന്ത്രിയുടെ തീരുമാനം എല്ലാം പുറത്തു വരുമ്പോൾ. അതായത് IAS ഉദ്യോഗസ്ഥൻ PB നൂഹിന് ലഭിക്കുന്ന വകുപ്പ് മാറ്റം അങ്ങനെ ഒരു ഉദാഹരണമായി മാറുകയാണ്. ടൂറിസം മന്ത്രി P.A. മുഹമ്മദ് റിയാസുമായി അകന്നതോടെയാണ് IAS ഉദ്യോഗസ്ഥനായ PB നൂഹിനെ ഇങ്ങനെ സ്ഥാനമാറ്റം നൽകിയിരിക്കുന്നത് എന്നതാണ് വിവരം. ടൂറിസം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തെ ഏറ്റവും പ്രതിസന്ധിയിലും വിവാദത്തിലും പെട്ടിരിക്കുന്ന സിവിൽ സപ്ലൈസിന്റെ MD ആക്കിയിട്ടാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. വിവാദ നായകൻ ശ്രീറാം വെങ്കിട്ടരാമൻ ഇരിക്കുന്ന കസേരയിലേക്കാണ് പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള P.A. മുഹമ്മദ് റിയാസിന്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിന്നു എന്നതിന്റെ പേരിൽ നൂഹിനെ മാറ്റിയിരിക്കുന്നത്. റിയാസിന്റെ അനിഷ്ടത്തിന് ഇരയായതോടെയാണ് CPM ഭരിക്കുന്ന വകുപ്പിൽ നിന്ന് തന്നെ അകറ്റി ഘടക കക്ഷിയുടെ വകുപ്പിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ടൂറിസം ഡയറക്ടറായിരിക്കെ നൂഹ് അവധിയിൽ പ്രവേശിച്ചപ്പോൾ പകരമെത്തിയ ശിഖ സുരേന്ദ്രൻ IASന് ഇരട്ട നിയമനം നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ടൂറിസം മന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് IAS ഉദ്യോഗസ്ഥരുടെ നിയമനം എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് എന്ന് ചിലർക്ക് തോന്നിപ്പോകും. എന്തായാലും ഇതാണ് ഇവിടുത്തെ ചട്ടം, ഇതാണ് ഇവിടുത്തെ നിയമം എന്നതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. നേതാക്കന്മാരാണ് ഇവിടുത്തെ രാജാവ്. അത് തന്നെയാണ് ഇവർ ആവർത്തിച്ച് കാണിച്ചു തരുന്നത്. പക്ഷേ ജനങ്ങളെയും അതുപോലെ തന്നെ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയും എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനം നൽകണമെന്ന് ജനങ്ങൾ ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോൾ. എന്തായാലും KTDC മാനേജിംഗ് ഡയറക്ടറുടെ ചാർജിന് പുറമെ ശിഖ സുരേന്ദ്രനെ ടൂറിസം ഡയറക്ടർ കൂടെയാക്കി നിയമിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ടൂറിസം ഡയറക്ടറേറ്റിൽ ബാർ മുതലാളിമാരുടെ യോഗം വിളിച്ചത് ശിഖ സുരേന്ദ്രൻ ആയിരുന്നു എന്നതാണ് വിവരം. ലീവിൽ പോയ PB നൂഹ് മടങ്ങിയെത്തിയെങ്കിലും ടൂറിസം ഡയറക്ടർ കസേര നൽകാൻ പൊതുമരാമത്ത് മന്ത്രിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പകരം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ കസേരയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. നൂഹ് 3 മാസം ലീവ് എടുത്തതിന് പിന്നാലെ ശിഖ സുരേന്ദ്രന് ടൂറിസം ഡയറക്ടറുടെ അഡീഷണൽ ചാർജ് നൽകുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് മദ്യനയം സംബന്ധിച്ച ബാർ മുതലാളിമാരുടെ യോഗം ടൂറിസം ഡയറക്ടറേറ്റിൽ നടന്നത് വലിയ വിവാദമായത്. ബാർ കോഴ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ടൂറിസം ഡയറക്ടറേറ്റിൽ മദ്യനയം സംബന്ധിച്ച് ബാർ മുതലാളിമാരുടെ യോഗം വിളിച്ചത് പ്രതിപക്ഷ നേതാവ് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരികയും അത് വിവാദമാകുകയും ഒക്കെ ചെയ്തിരുന്നു. എക്സൈസ് വകുപ്പ് തീരുമാനിക്കേണ്ടുന്ന മദ്യനയത്തിൽ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എന്നതായിരുന്നു പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രിയായ P.A. മുഹമ്മദ് റിയാസിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണം. അത് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയതും നാം കണ്ടു. ഇതിന്റെയൊക്കെ ദേഷ്യം തീർക്കാനാണ് ഇപ്പോൾ ആ ഒരു സമയത്ത് കൂടെ നിൽക്കാതിരുന്ന, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ലീവിന് പോയ P.A. നൂഹിനെതിരെ പൊതുമരാമത്ത് മന്ത്രി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് നേതാക്കന്മാർ തീരുമാനിക്കും, പഠിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയ ജോലിയാണെങ്കിലും അവർ എവിടെ ജോലി ചെയ്യണം എന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. നേതാക്കന്മാരോട് അവർക്ക് ഇഷ്ടത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ നിൽക്കരുത്, അത് എത്ര വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും എന്ന് ആവർത്തിച്ച് കാണിച്ചു തരികയാണ് സംസ്ഥാന സർക്കാർ.